കൊച്ചിയിലാണ് എല്ലാ കൊല്ലവും കേരളത്തിലെ ഏറ്റവും ഗംഭീര ആഘോഷങ്ങൾ നടക്കുന്നത്. കളറാകുമോ? ഗുഡ് ഈവനിങ് സുജയ പാർവതി. സുജയ പറഞ്ഞതുപോലെ ഈ വർഷത്തെ അവസാനത്തെ ഗുഡ് ഈവനിങ് ആണ് നമ്മൾ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സുജയ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും കളർഫുൾ ന്യൂ ഇയർ ആഘോഷം നടക്കുന്ന കൊച്ചിയിൽ വെളി ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നിൽ നിൽക്കുന്നത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് പാപ്പാഞ്ഞി കത്തി അമരാൻ. ഇന്ന് രാത്രി 12 മണിയോടുകൂടി കത്തി അമരാൻ തയ്യാറായി നിൽക്കുന്ന പാപ്പാഞ്ഞി ഇതാ എനിക്ക് പിന്നിലുണ്ട്. വലിയൊരു ജനക്കൂട്ടത്തെ രാത്രിയോടുകൂടി നമ്മൾ ഈ പ്രദേശത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം പൂർണ്ണ സജ്ജമാണ്. വെളി ഗ്രൗണ്ട് പൂർണ്ണ സജ്ജമാണ് ഇത്തവണത്തെ ആഘോഷത്തിന് വേണ്ടി. നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് വിവാദങ്ങളിലൂടെയായിരുന്നു ഇത്തവണത്തെ ഈ പാപ്പാഞ്ഞി വിഷയം കടന്നുപോയത്. സാധാരണഗതിയിൽ തൊട്ടപ്പുറത്ത് പരേഡ് ഗ്രൗണ്ടിൽ ഒരു പാപ്പാഞ്ഞിയുണ്ട്, കാലങ്ങളായി കത്തിച്ചു വരുന്ന പാപ്പാഞ്ഞി. അതാണ് കൊച്ചിയിലെ ഏറ്റവും വലിയ ന്യൂ ഇയർ ആഘോഷമായി എല്ലാ കാലത്തും കത്തിച്ച് കൊണ്ടാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി ഇല്ല. പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞി ഒരുങ്ങിയപ്പോൾ കോടതി പറഞ്ഞിരുന്നു 2 പാപ്പാഞ്ഞിയും കത്തിച്ചോ, ആഘോഷം കളറാവട്ടെ എന്ന്. പക്ഷേ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആഘോഷങ്ങളും ഒഴിവാക്കിയ കൂട്ടത്തിൽ കാർണിവൽ കമ്മിറ്റി പരേഡ് ഗ്രൗണ്ടിലെ ആ പാപ്പാഞ്ഞിയെ കത്തിക്കലും അങ്ങ് ഒഴിവാക്കി. അതുകൊണ്ട് ഇത്തവണ കൊച്ചിക്കാർക്ക് കേരളത്തിന് ആഘോഷിക്കാനുള്ള ഏക വക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഈ നരച്ച താടിയൊക്കെയായി തൊപ്പിയും വെച്ച് നിൽക്കുന്ന ഈ പാപ്പാഞ്ഞിയാണ്. അതായത് വെളി ഗ്രൗണ്ടിലെ ഗാലാഡി ഫോർട്ട് കൊച്ചി ഒരുക്കിയിരിക്കുന്ന പാപ്പാഞ്ഞിയാണ്. ഇവിടെ പൂർണ്ണ സജ്ജമാണ് പരിപാടികളെല്ലാം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ പരേഡ് ഗ്രൗണ്ടിൽ ഏകദേശം 25,000 പേര് എത്തിയപ്പോഴേക്കും തന്നെ അവിടെ ആളുകളെ നിയന്ത്രിച്ചിരുന്നു. അതിനുശേഷം ആളുകൾ ഒഴുകിയെത്തിയത് ഈ വെളി ഗ്രൗണ്ടിലേക്ക് തന്നെയായിരുന്നു. പരേഡ് ഗ്രൗണ്ടിനേക്കാൾ ഇരട്ടിയിലധികം വലുപ്പമുണ്ട് വെളി ഗ്രൗണ്ടിൽ. കഴിഞ്ഞ തവണ 70,000 പേരായിരുന്നു വെളി ഗ്രൗണ്ടിൽ എത്തിയത് എന്നാണ് സംഘാടകർ പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു ആൾക്കൂട്ടത്തെ ഇന്ന് രാത്രിയോടുകൂടി പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 1000-ലധികം പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി ഉള്ളത്. ഏകദേശം 6:30-7 മണിയോടുകൂടി ഫോർട്ട് കൊച്ചിയിലേക്ക് പിന്നെ വരാൻ പറ്റില്ല. എല്ലാവരും ഓർത്തിരുന്നു അതിന് മുൻപ് വെളി ഗ്രൗണ്ടിലേക്ക് എല്ലാവരും എത്തിച്ചേരേണ്ടതുണ്ട്. കൊച്ചിയിലേക്കാണ് പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ അലി നേരത്തെ തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവിടെ പോയി നിൽക്കാനെങ്കിലും ഉള്ള സ്ഥലം കിട്ടും. കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നേരത്തെ പുറപ്പെട്ടോളൂ.